എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യം നൽകണം എന്നുള്ളത് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരാശയം. അപ്പം അതിന് ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഈഴവ സമുദായ അംഗങ്ങളിലെ ബഹുഭൂരിപക്ഷ ആളുകൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ആ പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സിൽ നോക്കിയാൽ കോൺഗ്രസ്സിൽ ഈഴവ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്ന് നമ്മളിപ്പോൾ കണ്ട സുധാകരൻ, മറ്റൊന്ന് പറഞ്ഞിടയിലെ ബാബു മത്സരമൊക്കെ നിർത്തി പിന്നെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന കക്ഷിയാണുള്ളത്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അവരുടെ ജാതി പരിശോധിച്ചിട്ട് ചർച്ചയ്ക്ക് വെക്കേണ്ടി വരും. അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിന് വരുന്ന വ്യതിയാനമാണ് ശരിക്കും പറഞ്ഞത്. മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥാനാർത്ഥി മതി എന്ന് തീരുമാനിക്കുന്നതും ഈ ജാതിയുടെ അടിസ്ഥാനത്തിലായി തീരാം. അപ്പം ജാതി ഇതിനകത്ത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. ഇതിനകത്ത് ഇപ്പം കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരോടാണ് ഈ പറഞ്ഞത്? ശിവഗിരി മഠത്തിലെ തിരുമേനി പറഞ്ഞത് അല്ലെങ്കിൽ സന്യാസി പറഞ്ഞത്? വെള്ളാപ്പള്ളി നടേശൻ ഷെഡിൽ കയറി ഇരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞു കുറച്ച് നേരത്തേക്ക് വണ്ടി ഷെഡിലോട്ട് കയറ്റിയിട്, അല്ലെങ്കിൽ ഇതങ്ങ് ഒഴിഞ്ഞേരെ. അത് വെള്ളാപ്പള്ളിയല്ല, ആ സമൂലം ഒഴിഞ്ഞു. അപ്പം വെള്ളാപ്പള്ളി നേരത്തെ വർത്തമാനം പറയുന്ന വർത്തമാനം തന്നെയാണ് ശിവഗിരി മഠത്തിലെ സന്യാസിമാരെന്നുള്ള രീതിയിൽ ഇപ്പോൾ വിളി വന്നിരിക്കുന്നത്. ആരോടാണ് ഇത് പറയുന്നത്? ശിവഗിരി മഠത്തിലെ സന്യാസിയോ അഥവാ വെള്ളാപ്പള്ളിയോ അല്ലെങ്കിൽ ഈ പറയുന്ന NSSO ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. പിയേഴ്സൺ മാഷ് പറഞ്ഞ ഈ ലാത്തിൻ കാത്തോലിക്സിൻ്റെ കാര്യം ഇവിടെ തീരുമാനിച്ചതും അല്ലെങ്കിൽ ഇതെല്ലാം കോൺഗ്രസിനകത്തല്ലേ? കോൺഗ്രസിനകത്ത് മാത്രമല്ലേ ഇത്തരത്തിൽ തിരുമേനിക്ക് പറയാൻ പറ്റുന്നത്, വെള്ളാപ്പള്ളിക്ക് പറയാൻ പറ്റുന്നത്, സുകുമാരൻ നായർക്ക് പറയാൻ പറ്റുന്നത്? എത്ര പറയുമ്പോഴും നമ്മൾ പറയുമ്പോൾ ഇയാൾ കണ്ട് വലിയ മാർക്സിസ്റ്റാണ്, മാർക്സിസ്റ്റായിട്ടൊന്നും പറയല്ല. 10 കൊല്ലം കാര്യമില്ല. CPM-ന് CPI-ക്കകത്ത് ഏതെങ്കിലും ഒരാൾക്ക് മുഖ്യമന്ത്രി ഇന്നാളെ തീരുമാനിക്കണമെന്നോ മന്ത്രിമാരെ ഇന്നാളെ തീരുമാനിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം ആരുടെയും പറഞ്ഞ് ശുപാർശയായിട്ട് ചെന്നിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അത് നടക്കത്തില്ലത്. അവരാ തീരുമാനിക്കുന്നത്, അവരുടെ പാർട്ടിക്ക്. ഇപ്പോൾ ഇത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.